ഒട്ടുമിക്ക സെയിൽസും ക്ലോസ് ആവാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഈ സെയിൽസ് ചെയ്യുന്ന ആളുകൾ ഒരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്ത് ക്ലയൻറ്റിൻ്റെ സൈഡിലുള്ള സൈക്കോളജി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരാളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക എന്നുള്ളൊരു സൈക്കോളജിയിലായിരിക്കും ക്ലയൻറ്റ് ഉണ്ടാവുക. കാരണം കൺവിൻസിങ് ഒരു തരം ഫോഴ്സാണ്. നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യണം നമ്മുടെ സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് എത്തി ഒരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വി നീഡ് ടു സിറ്റ് വിത്ത് ദം ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ റിയലി വാണ്ട്. അവർക്ക് എന്താണ് ആവശ്യം. ശരിക്കും അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് വേണ്ട ഒരു സംഭവം, അവരുടെ ഒരു ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി പറയുക ഗൈഡ് ദം എന്നാ പറയുക. ഡോണ്ട് സെൽ ടു ദം, ഗൈഡ് ദം ടു ഹെൽപ്പ് ദ പ്രോപ്പർ സൊല്യൂഷൻ. നമ്മൾ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാണ് വേണ്ടത്. ഒരു ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത് ഒരു പ്രോസ്പെക്റ്റിനെ നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും കൂടാതെ നമ്മൾ ആ ഒരു സംഭവത്തിൽ എക്സ്പേർട്ട് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയും അത് പെട്ടെന്ന് നമ്മുടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി മുതൽ സെയിൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഡോണ്ട് ട്രൈ ടു കൺവിൻസ് സെയിങ് ദാറ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഈസ് ഗുഡ്, നമ്മുടെ പ്രോഡക്റ്റ് അതാണ്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ബെറ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ ദേ ആർ ഓൾ ലിവിങ് ഇൻ ഡിജിറ്റൽ വേൾഡ്. ദേ നോ ആൻഡ് ദേ ക്യാൻ ഗോ ടു ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് സീ അബൌട്ട് യുവർ കമ്പനി, വാട്ട് പീപ്പിൾ ആർ സീയിങ് അബൌട്ട് യുവർ കമ്പനി. അതുകൊണ്ട് നമ്മൾ അവരൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ചു വന്നാലും അവർ നമ്മുടെ കമ്പനി ഡിജിറ്റൽ വേൾഡിൽ പോയി നോക്കി നല്ലപോലെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുള്ളൂ. അപ്പം ഓൾവേസ് ട്രൈ ടു ഗൈഡ് ദം. നമ്മൾ അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ പ്രോസ്പെക്റ്റിനെ അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക മാത്രമല്ല, അവർ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അവർ നമ്മളെ തന്നെ തേടി വരികയും ചെയ്യും. അവർ നമ്മളെ റെഫർ ചെയ്യുകയും ചെയ്യും. ടുമോറോ ഓൺവേർഡ്സ് start doing this. Don't try to convince the client. Instead, guide them or help them to take better decisions and to take better product or service. Myself, Suhas Shapali, I'm an international business coach and profit strategist. If you are facing any issue in growing your service business, do let me know. We can have a free discovery call. And next time, I will come with a very valuable video. Till then, bye bye. ഒട്ടുമിക്ക സെയിൽസും ക്ലോസ് ആവാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഈ സെയിൽസ് ചെയ്യുന്ന ആളുകൾ ഒരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്ത് ക്ലയൻറ്റിൻ്റെ സൈഡിലുള്ള സൈക്കോളജി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരാളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക എന്നുള്ളൊരു സൈക്കോളജിയിലായിരിക്കും ക്ലയൻറ്റ് ഉണ്ടാവുക. കാരണം കൺവിൻസിങ് ഒരു തരം ഫോഴ്സാണ്. നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യണം നമ്മുടെ സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് എത്തി ഒരു പ്രോസ്പെക്റ്റിൻ്റെ അടുത്ത്